ഹായ് ഡിയേഴ്സ്, വെൽക്കം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ പാർട്ട് 2 ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ യൂണിറ്റ് 4 ഫ്ലവേഴ്സ് ആൻഡ് ഷവേഴ്സ് എന്നതിലെ ഫസ്റ്റ് ചാപ്റ്റർ സോങ് ഓഫ് ദി ഫ്ലവർ ബൈ ഖലീൽ ജിബ്രാൻ. സോങ് ഓഫ് ദി ഫ്ലവർ ഈസ് എ ബ്യൂട്ടിഫുൾ പോയം അബൌട്ട് നേച്ചർ ബൈ ഖലീൽ ജിബ്രാൻ, ദ ഫേമസ് ലെബനീസ് പോയറ്റ്. ഫേമസ് ലെബനീസ് പോയറ്റ് ആയിട്ടുള്ള ഖലീൽ ജിബ്രാൻ്റെ ഒരു ബ്യൂട്ടിഫുൾ പോയമാണ് ദ സോങ് ഓഫ് ഫ്ലവർ, പൂവിൻ്റെ പാട്ട് എന്ന് പറയുന്ന ഈ ഒരു പോയം. ദിസ് ഈസ് എ പോയം അബൌട്ട് നേച്ചർ. ഈ പോയം ഒരു നേച്ചർ, പ്രകൃതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ദിസ് പോയം പോർട്രേസ് ദ ക്യാരക്ടർ ഓഫ് എ ഫ്ലവർ. ഈ പോയത്തിലൂടെ ഒരു ഫ്ലവർ, ഒരു പൂവ്, അതിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇതിലെ പൂവാണ് ഇതിലെ സ്പീക്കർ. അക്കോർഡിംഗ് ടു ദ പോയറ്റ്, ദ ഫ്ലവർ ഈസ് എ വേർഡ് സ്പോക്കൺ ആൻഡ് റിപ്പീറ്റഡ് ബൈ നേച്ചർ. പോയറ്റിൻ്റെ ഭാവനയിൽ ഒരു പൂവ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ ശബ്ദം ഉച്ചരിച്ച അല്ലെങ്കിൽ പ്രകൃതി ആവർത്തിച്ച ഒരു വാക്കാണ്. വേർഡ് സ്പോക്കൺ, ഉച്ചരിച്ച ഒരു വാക്കാണ്. ഇറ്റ് ഈസ് എ സ്റ്റാർ ദാറ്റ് ഹാസ് ഫാളൻ ഫ്രം ദ ബ്ലൂ സ്കൈ അപ്പോൺ ദ ഗ്രീൻ ഗ്രാസ് ഓൺ ദ എർത്ത്. ആകാശം എന്ന ബ്ലൂ ടെൻറ്റിൽ നിന്ന് ഗ്രീൻ കാർപ്പറ്റായ ഭൂമിയിലേക്ക് പൊഴിഞ്ഞു വീണ ഒരു നക്ഷത്രമാണ് പൂവ്. Then the poet describes how the different seasons show their role in the life of the flower. പിന്നീട് പോയറ്റ് കാണിക്കുന്നത് ഒരു പൂവിൻ്റെ ജീവിതത്തിൽ ഡിഫറെൻറ്റ് സീസൺസ്, നമുക്ക് 4 സീസൺസ് ഉണ്ടല്ലേ, ഏതൊക്കെയാണ്? വിൻ്റർ, സ്പ്രിംഗ്, ഓട്ടം ആൻഡ് സമ്മർ. ഈ 4 സീസൺസ് ഒരു പൂവിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു റോള് വഹിക്കുന്നത് എന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇറ്റ് ഈസ് കൺസീവ്ഡ് ഇൻ ദ വിൻ്റർ. പൂവിനെ ഗർഭം ധരിക്കുന്നത് വിൻ്റർ, മഞ്ഞുകാലത്താണല്ലേ. ആൻഡ് ബോൺ ഇൻ ദ സ്പ്രിംഗ്. ജന്മം കൊടുക്കുന്നത് സ്പ്രിംഗ്, വസന്തകാലത്താണ്, പൂക്കൾ വിരിയുന്ന കാലത്താണ്. ആൻഡ് ഇറ്റ് സ്ലെപ്റ്റ് ഇൻ ദ ബെഡ് ഓഫ് ഓട്ടം. ശരത്കാലത്തിൻ്റെ, ഓട്ടത്തിൻ്റെ മെത്തയിലാണ് ഉറങ്ങിയത്. വെൻ മോർണിംഗ് അറൈവ്സ്. രാവിലെയാകുമ്പോൾ ഇറ്റ് ജോയിൻസ് ദ ബ്രീസ് ടു അനൗൺസ് ദ കമ്മിങ് ഓഫ് ദ സൺ. അത് രാവിലത്തെ ഇളം കാറ്റിനൊപ്പം ചേർന്ന് രാവിലെ വരുന്നു എന്ന് അറിയിക്കും, അതായത് പ്രഭാതമാകാൻ പോകുന്നു എന്ന് അറിയിക്കും. ആൻഡ് ഇൻ ദ ഈവനിങ്. വൈകുന്നേര സമയങ്ങളിലോ അലോങ് വിത്ത് ദ ബേർഡ്സ്. കിളികളുടെ കൂടെ കൂടും. ഇറ്റ് ബിഡ്സ് ഫെയർവെൽ ടു ദ സൺ. എന്നിട്ട് സൂര്യന് ഫെയർവെൽ കൊടുക്കും, അതായത് സൂര്യനോട് വിട വാങ്ങും. പകൽ സമയത്തിന് യാത്രയയപ്പ് നൽകിയിട്ട് രാത്രിയെ വരവേൽക്കും. ദ പ്ലെയിൻസ് ആർ ഓൾ ഡെക്കറേറ്റഡ് ബൈ ദ ഫ്ലവേഴ്സ്. താഴ്വരകളെല്ലാം പൂക്കളാൽ ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ദ എയർ ഈസ് ഫിൽഡ് ബൈ ഇറ്റ്സ് സ്വീറ്റ് അരോമാറ്റിക് സ്മെൽ. ആ താഴ്വരയിലെ വായു വഹിക്കുന്നതെല്ലാം ഈ പൂക്കളുടെ സുഗന്ധമാണ്. അതായത് താഴ്വര നിറയെ ഈ പൂക്കളുടെ സുഗന്ധമാണ് പരന്നു കിടക്കുന്നത്. ഇൻ ദ നൈറ്റ്. രാത്രി സമയങ്ങളിൽ. വെൻ ഇറ്റ് സ്ലീപ്സ്. ഇവിടെ ഈ ഇറ്റ് എന്നതുകൊണ്ട് പറയുന്നത് ഫ്ലവർ ആണ്. ഈ പൂവ് ഉറങ്ങുമ്പോൾ ദ നൈറ്റ് ബിക്കംസ് എ വാച്ച്മാൻ ഫോർ ഇറ്റ്. രാത്രി അതിനൊരു കാവൽക്കാരനായിട്ട് ഇരിക്കും. അതായത് രാത്രിയിൽ പൂവ് ഉറങ്ങുന്ന സമയത്ത് രാത്രി അതിന് ഒരു കാവൽക്കാരനായിട്ട് കാവലിരിക്കും. ആൻഡ് ഇൻ ദ മോർണിംഗ്. രാവിലെയോ ഇറ്റ് വെയ്ക്സ് ടു സീ ദ സൺ. അത് സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് ഉയർന്നിരിക്കും, അതായത് സൂര്യനിലേക്ക് നോക്കിയിട്ട് മേലോട്ട് ഉയർന്നിരിക്കും. ഇറ്റ് ഡ്രിങ്ക്സ് ഡ്യൂ ലൈക്ക് വൈൻ. അത് കുടിക്കുന്നത് ഡ്യൂ, മഞ്ഞുതുള്ളികളാണ്. ഏതുപോലെ? ലൈക്ക് വൈൻ, വൈന് പോലെ. ലിസൺസ് ടു ദ ബേർഡ്സ് സിംഗിങ്. എന്നിട്ട് അത് പക്ഷികൾ പാടുന്നത് കേട്ടിരിക്കും. ആൻഡ് ഡാൻസസ്. അതോടൊപ്പം ഡാൻസ് ചെയ്യുകയും ചെയ്യും. വെൻ ദ ഗ്രാസസ് സ്വേ ഇൻ ദ വിൻഡ്. കാറ്റുകൊണ്ട് പുല്ലുകൾ ആടി ഉലയുമ്പോൾ ഈ പൂവും കൂടെ ഡാൻസ് ചെയ്യും. വെൻ ലവേഴ്സ് മീറ്റ്. പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഫ്ലവർ ഈസ് എക്സ്ചേഞ്ച്ഡ്. ഫ്ലവറാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ആൻഡ് സോ ഈസ് ഇറ്റ് വെൻ ദേ ഗെറ്റ് മാരീഡ്. അതുപോലെ തന്നെ അവർ കല്യാണം കഴിക്കുമ്പോഴും മാരേജ് കഴിയുമ്പോഴും ഈ ഫ്ലവർ തന്നെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓൾസോ, കൂടാതെ, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് വി ഗിവ് ടു അവർ ബിലവ്ഡ് വൺസ് വെൻ ദേ പാസ് അവേ. ഈ ഫ്ലവർ തന്നെയാണല്ലേ നമ്മളുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർക്ക് അവരുടെ അവസാന സമയങ്ങളിൽ നൽകുന്നതും. അതായത് ഒരാളുടെ മരണസമയത്ത് നമ്മൾ അവസാനമായി കൊടുക്കുന്നതും പൂക്കളാണല്ലേ. ബട്ട് ദ ഫ്ലവർ വാണ്ട്സ് അസ് ടു ബി ഒപ്റ്റിമിസ്റ്റിക്.
പക്ഷേ പൂവ് നമ്മളോട് ഒപ്റ്റിമിസ്റ്റിക് ആവാൻ പറയാണ്. എന്താണ് ഒപ്റ്റിമിസ്റ്റിക്? ഒരു ശുഭാപ്തി വിശ്വാസമുള്ളവരാവാനാണ് പറയുന്നത്. അതായത് ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷയുള്ളവരാവാൻ പറയുന്നുണ്ട്. ആൻഡ് ലുക്ക് ഹൈ ആൻഡ് ഡ്രീം, എപ്പോഴും മേലോട്ട് നോക്കണം. ആൻഡ് ഡ്രീം, ചിന്തിക്കണം. അതായത് നമ്മൾ ഉയരങ്ങളിലേക്ക് നോക്കണം എന്നാണ് നമ്മളോട് പൂവ് പറഞ്ഞു തരുന്നത്. ഇറ്റ് ഡസൻ വാണ്ട് അസ് ടു ലുക്ക് ബാക്ക് ഓൺ ദി സോറോസ് ഓഫ് അവർ ലൈഫ്സ്, നമ്മളുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ പിറകോട്ട് നോക്കി കാണാൻ ഒരിക്കലും അത് പ്രേരിപ്പിക്കുന്നില്ല. ആൻഡ് റിഗ്രറ്റ്, അതുകൊണ്ട് നമ്മൾ റിഗ്രറ്റ്, പശ്ചാത്തപിക്കാനും ഈ പൂവ് ഒരിക്കലും നമ്മളെ കൽപ്പിക്കുന്നില്ല അല്ലേ? പൂവ് എന്താ പറയുന്നത്? നമ്മളെപ്പോഴും ഹൈ, ലുക്ക് ഹൈ, മേലോട്ട് നോക്കണം. ആൻഡ് ഡ്രീം, നമ്മൾ സ്വപ്നം കാണണം. ഇറ്റ് ടീച്ചസ് അസ് ദി ലെസൺ ഓഫ് സെൽഫ് വർത്ത് ആൻഡ് വാണ്ട്സ് അസ് ടു സ്പ്രെഡ് ജോയ് ജസ്റ്റ് ആസ് ഇറ്റ് ഡസ്. ഈ ഫ്ലവർ നമ്മെ ആത്മാഭിമാനത്തിൻ്റെ ഒരു പാഠം പഠിപ്പിക്കുകയും അത് ചെയ്യുന്നത് പോലെ സന്തോഷം പകരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സെൽഫ് വർത്ത് എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? പൂക്കൾ എപ്പോഴും ശുഭപ്രതീക്ഷ നൽകുന്നു. അതൊരിക്കലും കഴിഞ്ഞു പോയ ദുഃഖങ്ങളെ ഓർക്കാറില്ല എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മനുഷ്യർ തിരിച്ചറിയേണ്ട ഒരു അറിവും ഇത് തന്നെയാണ് അല്ലേ? എന്താണ്? മനുഷ്യരും ഇതുപോലെ കാര്യങ്ങളുടെ ഒരു ബ്രൈറ്റർ സൈഡ് മാത്രം നോക്കണം. ഒരിക്കലും നമ്മുടെ സങ്കടത്തിലേക്ക് നോക്കിയിട്ട് ദുഃഖിക്കരുത്. മുകളിലോട്ട് നോക്കിയിട്ട് നമ്മൾ ഒരുപാട് സ്വപ്നം കാണണം എന്നാണ് പറയുന്നത്. ലുക്ക് ഹൈ ആൻഡ് ഡ്രീം എന്നാണ് ഇതിൽ തരുന്നൊരു മെസ്സേജ്. ഒരു സിമ്പിൾ പോയമാണല്ലേ? സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. താങ്ക് യു.